കർണാടകയിലെ അബ്ദുൽ ലത്തീഫ് മദനി ഉസ്താദിൻ്റെ മരണവാർത്ത നമ്മളൊക്കെ അറിയുകയും അതിൻ്റെ വിഷ്വൽസൊക്കെ കാണുകയും ചെയ്തു. ഏതൊരു മുഅ്മിനും വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നൊരു മരണമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ, അദ്ദേഹത്തിന് അള്ളാഹു ദറജാത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ളൊരു മരണമാണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയത്. ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലം അത് അള്ളാഹുവിൻ്റെ മസ്ജിദാണ്. ആ മസ്ജിദിൻ്റെ മിഹ്റാബിൽ വെച്ചുള്ള മരണം, വുളൂഇലായുള്ള മരണം, കലിമത്തു തൗഹീദിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം, അഫ്ളലു ദിക്റായ പവിത്രമായ ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടുള്ള മരണം, ഖിബ്ലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടുള്ള മരണം. ഇതിനപ്പുറത്തൊരു മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്നതും അവന് കിട്ടേണ്ടതുമായ മരണം പിന്നെ വേറെ ഏതാണ്? ഇതൊരിക്കലും വെറുതെ കിട്ടുന്നതല്ല. വെറുതെ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മരണം നൽകുകയുമില്ല. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് എല്ലാവരോടും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അദ്ദീനു അൻ നസ്വീഹ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താണ് ഈ നസ്വീഹ? അത് ഗുണകാംക്ഷയാണ്. എല്ലാവരോടുമുള്ള ഗുണകാംക്ഷയാണ്. അപ്പോൾ ആരോടൊക്കെയാണ് ആ ഗുണകാംക്ഷ വേണ്ടത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിനോടും റസൂലിനോടും നമ്മുടെ നേതൃത്വമാരാണോ ആ നേതൃത്വത്തോടും എല്ലാ മനുഷ്യരോടും ഉള്ള ഉത്തരവാദിത്തങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അള്ളാഹുവുമായി നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ തന്നെ മുത്തുനബിയുമായിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാ ജനങ്ങളോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ഏത് മതത്തിൽപ്പെട്ടവരെന്നോ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരെന്നോ എന്നൊന്നുമില്ല. ഏതൊരു മനുഷ്യരോടാണെങ്കിലും നമുക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ ചെയ്തു തീർക്കുക എന്നതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. ആ ബാധ്യതയൊക്കെ നിറവേറ്റിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ചെറിയൊരു സമയമാണല്ലോ ഈ ആഖിബത്ത് നന്നാവാനും മോശമാവാനൊക്കെ വേണ്ടത്. 100 വർഷം ജീവിച്ച ആളാണ്. പക്ഷേ ഈ അവസാന സെക്കൻഡിൽ ഈമാൻ തെറ്റിപ്പോയാൽ പിന്നെ ഈ 100 വർഷത്തെ ജീവിതം കൊണ്ടും യാതൊരു കാര്യവുമില്ല. എന്നാൽ ആ സമയത്ത് ഈമാൻ സലാമത്തായി കിട്ടിയാൽ അതവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് താനും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.